ഹലോ ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളതിൻ്റെ 2 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമുക്ക് ഇത് ചെയ്തതിന് ശേഷമാണ് റാങ്ക് ടെസ്റ്റൊക്കെ ചെയ്യാനൊന്നും കൂടി ഈസി ആവുക. അതുകൊണ്ടാണ് ഞാൻ അതവിടെ നിർത്തിയിട്ട് ഇത് തുടങ്ങുന്നത്. പിന്നെയും പറയുകയാണ്, ഓക്കെ, ഇനി എന്താണെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ അതിൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ 2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിൻ്റെ 2-3 പ്രോബ്ലമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ A box contains 100 machine parts of the same type. Out of this 20 are defective. 20 എണ്ണം എന്താണ്, ഡിഫക്റ്റീവ് ആണ്. 10 are selected for inspection. 10 എണ്ണം ഇൻസ്പെക്ഷന് വേണ്ടി സെലക്ട് ചെയ്തു. ഇൻഡിക്കേറ്റ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ്. പ്രോബബിലിറ്റിയാണ് കാണാൻ പറഞ്ഞുള്ളത്. 4 സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ഒന്ന്, ഓൾ 10 ആർ ഡിഫക്റ്റീവ്. എല്ലാ 10 ഡിഫക്റ്റീവ് ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രോബബിലിറ്റി. ഓൾ 10 ആർ ഗുഡ്. എല്ലാ 10 നല്ലതാകുമ്പോൾ ഉണ്ടാകുന്ന പ്രോബബിലിറ്റി. അറ്റ്ലീസ്റ്റ് വൺ ഈസ് ഡിഫക്റ്റീവ്. ഏതെങ്കിലും ഒന്ന് ഡിഫക്റ്റീവ് ആകുമ്പോഴത്തെ പ്രോബബിലിറ്റി. അറ്റ് ദ മോസ്റ്റ് 3 ആർ ഡിഫക്റ്റീവ്. ദ മോസ്റ്റ് 3 ഡിഫക്റ്റീവ് ആകുന്ന സിറ്റുവേഷൻ. ഇങ്ങനെ 4 സിറ്റുവേഷനാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഓരോന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ കേസ് നോക്കാം. നമുക്ക് ഡിഫക്റ്റീവ് മെഷീൻ പാർട്ടിന് നമ്മൾ ഒരു കൺസ്യൂം ചെയ്യുകയാണ്. അതായത് എക്സ് എന്ന് പറയുന്നത് ഒരു ഡിഫക്റ്റീവ് മെഷീൻ പാർട്ടായിട്ട് സെലക്ട് ചെയ്യുക. എക്സ് സെലക്റ്റഡ് ഇസ് ദ ഡിഫക്റ്റീവ് മെഷീൻ പാർട്ട്. ഓക്കെ, ഒരു ഡിഫക്റ്റീവ് മെഷീൻ പാർട്ടായിട്ട് നമ്മളൊന്നിനെ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഡിഫക്റ്റീവ് മെഷീൻ പാർട്ടിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് മെഷീൻ പാർട്ട്. പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് മെഷീൻ പാർട്ട്. അതായത് നമുക്കിവിടെ തന്നിട്ടുണ്ട് 20 ആർ ഡിഫക്റ്റീവ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര എണ്ണത്തിൽ 20 ആർ ഡിഫക്റ്റീവ് 100 മെഷീനിൽ. അപ്പോൾ ഡിഫക്റ്റീവ് എത്രയാണ്, 20 ഡിവൈഡഡ് ബൈ 100. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 1/5 നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ പി സിക്കൽ ടു അതായത് പി സിക്കൽ ടു 1/5 ആണെങ്കിൽ ക്യൂ സിക്കൽ ടു എന്താ, 1 - 1/5. ദാറ്റ് ഇസ് ഈക്വൽ ടു 4/5. ഓക്കെ, ഇത് നമുക്ക് ഓരോന്ന് കാണാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓരോന്നും കാണാണ്. ഫസ്റ്റ് കേസിൽ പറയുന്നത് എന്താണ്, പ്രോബബിലിറ്റി ദാറ്റ് ഓൾ ആർ ഡിഫക്റ്റീവ്. ഫസ്റ്റ് കേസ് പ്രോബബിലിറ്റി ദാറ്റ് all are എല്ലാതും all are അല്ല, all 10 ആറാണ് കേട്ടോ. അത് ശ്രദ്ധിക്കുക. all 10 ആർ ഡിഫക്റ്റീവ്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്താണ്, പി ഓഫ് ആർ ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എപ്പോഴും എഴുതാണ് കേട്ടോ, NCR ഇൻറ്റു P⁻R ഇൻറ്റു Q⁻n-R. അപ്പോൾ നമ്മളോട് ഡിഫക്റ്റീവ് അല്ലേ, പി ഓഫ് 10 ഈസ് ഈക്വൽ ടു N 10 C R എത്ര, 10ൽ 10 തന്നെ. ഓക്കെ, ഇനി പി എത്രയാ, 1/5 4/5 Q ആണ്. Q⁻n-R. N-ഉം 10 R-ഉം 10, സോ 0 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ആൻസർ എത്ര കിട്ടും, 10 C10 ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 1/5 ഈ 1 എങ്ങനെയാണ് വന്ന് 10 C10. ഒരു 1 എങ്ങനെയാണ്, x⁻0 അല്ലേ, അതായത് 4/5 എന്ന് പറഞ്ഞാൽ 1. ഏതൊരു വാല്യൂവിൻ്റെ x⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഈ 1 പിന്നെ 1/5 സോ ആൻസർ ഈസ് 1/5 അതാണ് നമുക്ക് എന്ത് കിട്ടുക, പ്രോബബിലിറ്റി ഓഫ് ഓൾ ആർ ഡിഫക്റ്റീവ് ഫസ്റ്റ് കേസിൽ വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, പ്രോബബിലിറ്റി ദാറ്റ് ഓൾ ആർ ഗുഡ് അല്ലേ. സെക്കൻഡ് കേസിൽ പറഞ്ഞിട്ടുള്ളത്
probability that all are good, എല്ലാതും ഗുഡ്. സോറി, ഓൾ 10 ആണെന്നുണ്ടെങ്കിൽ ഞാൻ മറന്നു പോകുന്നു. ഓൾ 10 ആർ ഗുഡ്. അപ്പോൾ നമുക്ക് ഇത്ര എണ്ണം ഡിഫക്റ്റീവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതാണ് എന്ത്, ഗുഡായിട്ട് വരിക. അപ്പോൾ അതിനർത്ഥം 1 മൈനസ് പി ഓഫ് ഓൾ ആർ ഡിഫക്റ്റീവ്, അതാണ് ബാക്കി ഗുഡ് അല്ലേ. അതായത് ഓൾ 10 ആർ ഇത്ര എണ്ണം ഡിഫക്റ്റീവ് ഉണ്ടെങ്കിൽ അതിനെ 1 കുറയ്ക്കുകയാണെങ്കിൽ അതല്ലേ നമുക്ക് എന്ത് ഇത് വരിക, ഗുഡായിട്ട് വരിക, ഓൾ 10 ആർ ഗുഡ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്ത് വരും, അതായത് 1 മൈനസ് 1 ബൈ 5 റൈസ് ടു 10 അല്ലെങ്കിൽ പി ഓഫ് ആർ ഈക്വൽ ടു 0, അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ 10C0 ഇൻറ്റു 1 ബൈ 5 റൈസ് ടു 0 ഇൻറ്റു 4 ബൈ 5 റൈസ് ടു 10 മൈനസ് 0. So it indicates 1 into 1 into 4 by 5 raised to 10. That's equal to 4 by 5 raised to 10. Okay. ഇനി നമ്മുടെ തേർഡ് കേസ് പറയുന്നത്, മൂന്നാമത്തെ കേസിൽ പറയുന്നത് പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ഈസ് ഡിഫക്റ്റീവ്. Probability that at least 1 is defective. ഏതെങ്കിലും ഒരെണ്ണം ഡിഫക്റ്റീവ്, അതായത് 1 മൈനസ് 4 ബൈ 5 റൈസ് ടു 10, അതാണ് ഇതിൻ്റെ ആൻസർ. പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് മിനിമം ഒരെണ്ണെങ്കിലും അല്ലേ, അതാണ് 1 മൈനസ് 4 ബൈ 5 റൈസ് ടു 10 എന്ന് പറയുന്നത് എന്താണ്, എല്ലാതും നല്ലതാണെന്നുള്ള അർത്ഥം. അപ്പോൾ ഒന്നിന്ന് അത് മൈനസ് ചെയ്താൽ ഏതെങ്കിലും ഒന്നിൻ്റെ പ്രോബബിലിറ്റി ഉണ്ട്. സോ ലാസ്റ്റ് ഫോർത്ത് വൺ, പ്രോബബിലിറ്റി ദാറ്റ് അറ്റ് ദ മോസ്റ്റ് 3 ആർ ഡിഫക്റ്റീവ്. പ്രോബബിലിറ്റി ദാറ്റ് അറ്റ് ദ മോസ്റ്റ് 3 ആർ ഡിഫക്റ്റീവ്. അതെന്ന് പറയുന്നത് ഇപ്പോൾ 3 ആർ ഡിഫക്റ്റീവ് എന്ന് പറയുന്നത്, അപ്പോൾ പി ഓഫ് എക്സ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 3 ആവാം, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 2 ആവാം, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 1 ആവാം, എക്സ് ഈക്വൽ ടു 0 ആവാം. ഇതാണ് 3 കണ്ടീഷൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ലെസ് ദാൻ 3 ആകുമ്പോൾ 3നേക്കാൾ ചെറുതാണ് വരുന്നതെങ്കിൽ, അതാണ് അറ്റ് ദ മോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. 3നേക്കാൾ ചെറുതാണെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0. ഇതെല്ലാം കൂടി കൂട്ടിയതാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് വരും നോക്കാം. 10C3 എത്ര, 1 ബൈ 5 റൈസ് ടു 3, 4 ബൈ 5 റൈസ് ടു 7 പ്ലസ് 10C2 1 ബൈ 5 റൈസ് ടു 2, 4 ബൈ 5 റൈസ് ടു 8. 8 എങ്ങനെ വന്നതെന്നറിയില്ല, 10 മൈനസ് 2. ഓക്കെ, പ്ലസ് 10C1 1 ബൈ 5 റൈസ് ടു 1, 4 ബൈ 5 റൈസ് ടു 9 പ്ലസ് 10C0 1 ബൈ 5 റൈസ് ടു 0, 4 ബൈ 5 റൈസ് ടു 0. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വേറ്റ് ചെയ്യുന്നു. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 120 ഇൻറ്റു 0.0016 പ്ലസ് 45 ഇൻറ്റു 0.0067 പ്ലസ് 10 ഇൻറ്റു 0.026 പ്ലസ് 1 ഇൻറ്റു 0.107. ഓക്കെ, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്ത് വരും, 0.84.
0.859. This is the 0.857 അല്ല 0.859. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് അറ്റ് ദ മോസ്റ്റ് വരിക. ഇനി 10C3 എങ്ങനെ കാണുക അറിയില്ലേ? NCR പഠിച്ചിട്ടുണ്ടാവുമല്ലോ. 10C3 നമ്മളെങ്ങനെ കാണുക വെച്ചാൽ 10 × 9 × 8 10 നമ്മളതിൻ്റെ റെഡ്യൂസ് ചെയ്ത് എഴുതാം. ഡിവൈഡഡ് ബൈ 1 × 2 × 3 മൂന്നെണ്ണമല്ല ഇവിടെ വരുന്നത്. അപ്പോൾ 1 2 3 അല്ലേ? ഇതും വെട്ടി ഇതും വെട്ടി 3 12 × 10 120 കണ്ടു 10C3. ഇനി 10C2 എങ്ങനെയാവും വരിക? അപ്പോൾ നമുക്ക് ചെയ്യാൻ അറിയണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. 10 × 9 രണ്ടെണ്ണേ വരുള്ളൂ. 2 1 × 2 2ഉം വെട്ടി 9 × 5 45. ശ്രദ്ധിച്ച് നോക്കൂ, അങ്ങനെയാണ് അത് വന്നത്. ഇനി 10C1 10/1 10. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അത് വരിക. ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഇതാണ് ആ 4 സിറ്റുവേഷൻ പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The probability that an evening college students will graduate is 0.4. Determine the probability that out of 5 students, none, 1, at least 1 will graduate. അല്ലേ? എത്ര സ്റ്റുഡൻസ് ആണ് അവിടെ പറയുന്നത്? അപ്പോൾ n നമുക്ക് 5 അല്ലേ? ദാറ്റ് വിൽ ഗ്രാജുവേറ്റ് 0.4. P is equal to 0.4. So Q is equal to 1 minus P. So 0.6. ഇത് രണ്ടും കിട്ടിയില്ലേ? പിയും ക്യൂവും നമുക്ക് കിട്ടി. ഇനി ഒന്നാമത്തെ കേസ് പറയുന്നത് ദ പ്രോബബിലിറ്റി ഓഫ് 0 ഗ്രാജുവേറ്റ്, അതായത് 50 P⁻0 Q⁻5 - 0, അതായത് 1 × P0 Q⁻5. നമുക്ക് എന്ത് കിട്ടും? 1 × P എത്രയാ? 0.4/0, Q എത്രയാ? 0.6/5. നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ 0.0777 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക കേട്ടോ കാൽക്കുലേറ്ററിൽ. അങ്ങനെ വരും അല്ലേ? അതായത് 0.40 എന്ന് പറയുന്നത് x⁻0 = 1 ആണ്. അതൊരു ഫാക്റ്റാണ്. 0 എന്ത് ⁻0 ആയാലും അത് 1 ആണ്. അപ്പോൾ 1 × 1. പിന്നെ 0.6/5 0.6/5 എന്ന് പറഞ്ഞാൽ 0.6 × 0.6 × 0.6 × 0.6 × 0.6 5 പ്രാവശ്യം 0.6 ഇൻറ്റു ചെയ്ത് അപ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് പറയുന്നു ദ പ്രോബബിലിറ്റി ഓഫ് 1. രണ്ടാമത്തെ കേസ് നോക്കുക. ദ പ്രോബബിലിറ്റി ഓഫ് 1. അപ്പോൾ എന്താവും? 5C1 P⁻1 Q⁻5 - 1. That is equal to 5 × 0.4/1 × 0.6/4. അതായത് 5 × 0.4 × 0.1296. So it is equal to 0.2592. Okay, that is the probability of 1. ഇനി നെക്സ്റ്റ് പറയുന്നത് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഗ്രാജുവേറ്റ്. മൂന്നാമത്തെ കേസ് എന്താ പറയുന്നത്? ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഗ്രാജുവേറ്റ്. ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഗ്രാജുവേറ്റ്. അതിൽ പറയണത് എന്താ? ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ നോ ഗ്രാജുവേറ്റ് ആണ് അല്ലേ? മിനിമം ഒരാളെങ്കിലും വേണം. അപ്പോൾ ഒന്നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? അത് മൈനസ് ചെയ്യുക. അതായത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നോ ഗ്രാജുവേറ്റ്, അത് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് നോ ഗ്രാജുവേറ്റ് that is equal to 1 minus 0.0777. That's also is equal to 0.922. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന 3 ആൻസർ. പ്രോബബിലിറ്റി ഓഫ് 0 ഗ്രാജുവേറ്റ്, പ്രോബബിലിറ്റി ഓഫ്
1 പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഗ്രാജുവേറ്റ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ 4th സെമ്മിൽ പഠിച്ചുള്ളതാണ്. പ്രോബ്ലം ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഒരു പ്രോബ്ലം കൂടി ചെയ്യാം നമുക്ക് ചെറുത്. ഓക്കെ, next problem. A coin is tossed 6 times. What is the probability of obtaining from 1 or more heads? ഒരു കോയിന് 6 പ്രാവശ്യം ടോസ് ചെയ്തു. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് obtaining 4 or more heads? 4 അതിലധികമോ ഹെഡുകൾ വരാനുള്ള ചാൻസുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കോയിൻ ആയ കാരണം ടോസ് ചെയ്യുമ്പോൾ പി ക്യൂ ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു 1/2 and also q is equal to 1/2. ഇനി the probability of obtaining 4 heads അല്ലേ. 4 or more എന്ന് പറയുമ്പോൾ നമുക്ക് 6 പ്രാവശ്യം കിട്ടുന്നത്. അപ്പോൾ 4, 5, 6 3 സിറ്റുവേഷനാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് ദ പ്രോബബിലിറ്റി ഓഫ് obtaining 4 heads. The probability of obtaining 4 heads, 4 ഹെഡുകൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ദാറ്റ് ഈസ് 6 പ്രാവശ്യത്തിൽ 4 പ്രാവശ്യം 6c4. ദാറ്റ് ഈസ് 6c4 എന്ന് പറഞ്ഞാൽ NCR എന്ന് പറഞ്ഞാൽ അതായത് 6c4 എന്ന് പറഞ്ഞാൽ NCR. അപ്പോൾ ഇക്വേഷൻ എന്ന് ഇത് NCR p⁻r q⁻⁻r. Therefore, P of R is equal to 6c4 into p⁻4 q⁻n r-4 2. നമുക്കിത് ചെയ്യാം അല്ലേ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് നോക്കാം. p⁻4 p എത്രയാണ്? അപ്പോൾ 6c4 ഇൻറ്റു p എത്രയാണ്? p 1/2 ഇൻറ്റു 1/2 അത് ഇക്വേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15 കിട്ടുന്നുണ്ടോ നോക്കുക ഇക്വേറ്റ് ചെയ്തിട്ട്. ഞാൻ ആ ഒരു ഔട്ട്കംസാണ് പറഞ്ഞു വരുന്നത്. 15 6c4 കിട്ടും. പിന്നെ 1/2 1/2 അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15 ഇൻറ്റു 1/2 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 divided by 64. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.234. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ദ പ്രോബബിലിറ്റി ഓഫ് obtaining 4 heads. 6c4 എങ്ങനെ 15 6c4 എങ്ങനെ 15 കിട്ടിയത് നോക്കി നോക്കൂ. 6c4 എങ്ങനെ 15 കിട്ടുക? 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 4 അല്ലേ. ഇത് കേട്ടോ 6c4 is equal to 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 4 വെട്ടി ഇത് വെട്ടി അല്ലേ. 6 6 അല്ലേ. ഇതും വെട്ടി 3 5 15 കണ്ടോ. 6c4 കിട്ടിയത് 15. ഓക്കെ, ഇങ്ങനെയാണത് കാണാം. ഇനി രണ്ടാമത് പറയുന്നത് എന്താ? പ്രോബബിലിറ്റി ഓഫ് obtaining 5 heads. ഇതുപോലെ ചെയ്തൂടെ? പ്രോബബിലിറ്റി ഓഫ് obtaining 4 or more ചോദിച്ചുള്ളത്. 5 heads വരുമ്പോൾ നമുക്ക് എന്ത്? p of 5 കാണണം. അതായത് 6c5 ഇൻറ്റു p⁻5 q⁻5 6 - 5 ദാറ്റ് ഈസ് 1. അതായത് 6c5 ഇൻറ്റു 1/2 1/2 നമുക്ക് ലാസ്റ്റ് ഇക്വേറ്റ് ചെയ്ത് വരുമ്പോൾ എത്ര കിട്ടും? 0.094 ചെയ്ത് നോക്കാം. ഇനി അടുത്ത കേസിൽ പ്രോബബിലിറ്റി ഓഫ് obtaining 6 heads. പ്രോബബിലിറ്റി ഓഫ് obtaining 6 heads അതായത് probability of obtaining